വീഡിയോ വീടെന്ന സ്വപ്നം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു കിടിലം വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ മാക്സിമം വീട് എടുക്കാൻ വേണ്ടി തപ്പി നടക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. 8 സെൻറ്റ് സ്ഥലത്ത് ഒരു 3000 സ്ക്വയർ ഫീറ്റിൽ വളരെ മനോഹരമായിട്ട് പണിതിട്ടുള്ള ഒരു കിടിലം വീടാണ്. ഒരു രക്ഷയില്ലാത്ത സ്ട്രക്ചറും കാര്യങ്ങളാണ്. അതായത് നമുക്ക് മുറ്റത്തുനിന്ന് തുടങ്ങാം. മുറ്റം 3 എൻട്രൻസാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു സിംഗിള് നമ്മളെ വീൽ ചെയറൊക്കെ പോലത്തെ സാധനം കയറ്റി വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാസേജ് റോഡിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ്, നാച്ചുറൽ സ്റ്റോൺ ഉപയോഗിച്ചിട്ട് സ്റ്റെപ്പായിട്ടുള്ള ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ഗേറ്റ് നല്ല അടിപൊളിയായിട്ട് ഇൻ്റർലോക്കും ആർട്ടിഫിഷ്യൽ ഗ്രാസും വെച്ചിട്ടാണ് ആ എൻട്രൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. 2 പനകൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒരു അറേബ്യൻ ലുക്കിലേക്ക് വന്നിട്ടുണ്ട്. കാരണം അയാൾ എന്തായാലും ഗൾഫുകാരനായിക്കാരം, അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ സിറ്റ് ഔട്ടും കാർ പോർച്ചും ഒരേപോലെ ഒരുമിച്ച് ഇങ്ങോട്ട് നീട്ടിക്കാണ്. അതായത് പണ്ടത്തെ ആ മോഡലല്ല, കംപ്ലീറ്റ് ഇങ്ങോട്ട് ഫ്രണ്ടിക്ക് സിറ്റ് ഔട്ടിൽ നിന്ന് ഇങ്ങോട്ട് തള്ളി നിൽക്കുന്ന ഒരു കാർ പോർച്ചാണ് കൊടുത്തിട്ടുള്ളത്. അതും ജിപ്സം വർക്കെല്ലാം മുകളിൽ കംപ്ലീറ്റ് പാസ്റ്റോ പ്ലാരിസ് ചെയ്തിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിങ്ങനെ തള്ളി നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. വീട് ഇങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക തരം ലുക്ക് തന്നെ അതിന് കിട്ടുന്നുണ്ട്. അതുപോലെ മുറ്റത്തിൻ്റെ ഒരു സൈഡ് മൊത്തത്തിൽ നോക്കുമ്പോൾ കംപ്ലീറ്റ് ആർട്ടിഫിഷ്യൽ ഗ്രാസ്, നമ്മളെ ടർഫിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്രാസ് ഉണ്ടല്ലോ, ആ സാധനം വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഹല എന്നാണ് വീടിൻ്റെ പേരിട്ടോ. സൈഡിൽ നമ്മളെ ആന്തൂറിയല്ല ലൂട്ടിയൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറി കഴിഞ്ഞ് ഇവിടെ നല്ലൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിറ്റ് ഔട്ട് വീതി കുറവാണ്, നീളത്തിലാണ് സിറ്റ് ഔട്ട്. എന്താ പറയുക, നല്ല കിടിക്കാച്ചി സോഫകൾ കസ്റ്റമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മലയാളി ഇവിടെ ഉണ്ട്. മലയാളി ഉള്ളിലേക്ക് കയറിയതിന് മുമ്പ് ഇവിടെ കണ്ടോ കംപ്ലീറ്റ് ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഡോറ് നല്ല ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ, നല്ല ഹൈറ്റിലാണ് ഡോർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഗ്ലാസ് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ല ലൈറ്റിനിങ് ഉണ്ടാവും, നല്ല വെളിച്ചം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ. കിട്ടൂലേ? 100%. ഓക്കെ, നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഈ സൈഡിൽ ഇവിടെ നല്ല ഒരു കോട്ടിയാട് പോലെ തന്നെ ഒരു പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, ബബിൾസ് ഒക്കെ ഇട്ടിട്ടുള്ളത്. വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ ഒരു ലോക്കാണ്, സാധാരണ നമ്മുടെ വീട്ടിലൊന്നും കാണുന്നതല്ല. അപ്പൊ അതിനെ കുറിച്ച് ആദ്യം പറയണം. ഫിംഗർ പ്രിന്റും വിത്ത് നമ്പർ വിത്ത് കാർഡ് യൂസ് ചെയ്യാം, മാനുവൽ കീ യൂസ് ചെയ്യാം. കാർഡൊക്കെ യൂസ് ചെയ്തത് റിസോർട്ടാ, എല്ലാത്തിനും പറ്റിയത്. എന്താ നമ്മളെ ലൈഫിൽ ഒന്നല്ല ഉണ്ടാക്കും, എല്ലാ മോഡലും ആയിക്കോട്ടെ ഉണ്ടായിക്കോട്ടെ. ഓക്കെ, ഓപ്പൺ ആക്കി നിങ്ങൾ ഫിംഗർ വെച്ചാൽ മതി. ഞാൻ ഫിംഗർ വെച്ചാൽ മതി, ഫിംഗർ ഇല്ലാത്തവർക്ക് നമ്പർ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത് ഓപ്പൺ ആക്കി ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വാം ആൻഡ് ഗോൾഡ് കോമ്പിനേഷനാണ് മൊത്തത്തിൽ അല്ലേ. അടിപൊളിയാണ്. അപ്പം നല്ല ഇറ്റാലിയൻ മാർബിൾ ഇട്ട പോലെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇറ്റാലിയൻ മാർബിൾ അല്ല, ഫ്ലോറിങ് എന്താണ്, ടൈലാണ്. അതായത് മാർബോണൈറ്റ് അല്ല, സാധാ ടൈല് അല്ലേ, സാധാ ടൈലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളി, നല്ല എന്താ പറയുക, ഈ ഡയമണ്ട് വരുന്ന നമ്മളെ മാർബിളൊക്കെ ഇട്ട പോലെ ഡയമണ്ട് വരുന്ന രീതിയിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെയുള്ള ഒരു എന്താ പറയുക സിറ്റിംഗ് ഏരിയ അത് അടിപൊളിയാണ്. നല്ല കസ്റ്റമൈസ് ചെയ്തുണ്ടാക്കിയ സോഫയാണ് അല്ലേ, നിങ്ങളെ ഇഷ്ടത്തിന്, നമ്മളെ കളറിന്, നമ്മളെ സൈസിനനുസരിച്ച് ഉണ്ടാക്കിയ സോഫ. ഓക്കെ, അപ്പം ഇവിടുത്തെ സീലിങ്ങും അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത് ഒരു എൻജിനീയർ അദ്ദേഹത്തിൻ്റെ കഴിവ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നതോ അതോ നിങ്ങൾ പറഞ്ഞിട്ട് എൻജിനീയർ ചെയ്തതോ? എൻജിനീയർ കഴിവ് തെളിയിച്ചതല്ലോ, നമ്മൾ പൈസ കൊടുത്ത് നമ്മളൊരു ആഗ്രഹങ്ങൾ നമ്മൾ പറഞ്ഞു, ഐഡിയകൾ പറഞ്ഞു, എല്ലാ ഐഡിയകളും ഇങ്ങനെയാണ് നമ്മളൊരു സാധാരണ നോർമൽ എല്ലാവരും ഉണ്ടാക്കുന്ന മോഡലല്ല, അതൊരു ഡിഫറെന്റ് ആയിട്ട് വേണമെന്ന് തന്നെ അങ്ങനെ ചെയ്യിച്ചാണ്. ഓക്കെ, എഞ്ചിനീയർ നമ്മൾ ജ്യേഷ്ഠൻ തന്നെയാണ്. അവനോട് നമുക്ക് എല്ലാം തുറന്ന് പറയുകയും ചെയ്യാം. എല്ലാം നമുക്ക് എന്താ പറയാ, ഫ്ലെക്സിബിൾ ആണല്ലോ, നമുക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടാവും. ഇനി വേണ്ടാന്ന് പറയും ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുത്ത അതേപോലെ മൂപ്പര് ചെയ്ത് ഫിനിഷ് ചെയ്ത് തന്നു, സാറ്റിസ്ഫൈഡ് ആണ് 100%, 100+1% അല്ലേ. ഓക്കെ, അപ്പം ഇത് കസ്റ്റമൈസ്, അതായത് നമ്മളൊരു ഫർണിച്ചർ ഷോപ്പിൽ പോയിട്ട് അവർ എടുത്തു കൊണ്ടുവന്ന സോഫ അല്ല ഇട്ടത്. ഇത് ഇവിടെ വന്നിട്ട് ഇവരെ ഇന്റീരിയർ അതേപോലെ ഫ്ലോറ് ഇതിനൊക്കെ സൂട്ടാണ് രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അതുപോലെ ടേബിൾ അതേപോലെ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് സൈസിനനുസരിച്ച് അവരത് ഉണ്ടാക്കിച്ചാണ്. ഓക്കെ, അവിടെ സ്റ്റോക്കുള്ള, ഞാൻ അവിടെ പോയ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, 8.4 അവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. 8.4 അത്ര സ്പേസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം എത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്ടായി വെച്ചിട്ട് 3.5 ചെറുതാക്കിയത്. ഓക്കെ, അടിപൊളി. എന്തായാലും ഈ ഒരു കോമ്പിനേഷൻ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. സീലിംഗും അതേപോലെ ഇവിടെ ഇത് എന്താണ് സംഭവം, നമ്മള് വാൾപേപ്പറാണോ? മൈക്ക ചെയ്തതാണ്. അല്ല, ഈ കളർ ഇതെന്താണ്? ഇത് മൈക്കാണ്.
അത് മൈക്കാണ്. ഓക്കെ, അടിപൊളി. വാൾപേപ്പർ ഒട്ടിച്ചല്ലേ? അല്ല. ഓക്കെ, അത് ഉഷാറായിക്കണ്. അപ്പം അതേപോലെ ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് സംഭവം എന്താണ്? മരം തന്നെ. ഒരു ഗോൾഡ് കളർ കണ്ണാടി, അക്രലിക് മിററാ. എന്താണ്? അക്രലിക് മിറർ. ഇതോ? അത് മൾട്ടിവുഡില് മൈക്ക് ചെയ്ത്. മൾട്ടിവുഡിൽ മൈക്ക് ചെയ്ത്, മൈക്ക് ഒട്ടിച്ചില്ലേ? ഓക്കെ. അപ്പൊ ഈ മിറർ ഇങ്ങനെ ഒരു ഗോൾഡ് മിറർ ഒക്കെ എന്താ കാരണം? ചുമ്മാ ഒരു ഡിഫറെന്റ് വരട്ടെ, സംതിങ് ഡിഫറെന്റ് അല്ലേ? അടിപൊളിയൊക്കെ ഉണ്ട്, ഒരു രക്ഷയില്ല, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിന് മുന്നേ ഈ സ്വിച്ച് ബോർഡിനെ കുറിച്ച് ഒന്ന് പറയും. അതായത് ഈ നമ്മളിവിടെ സ്വിച്ച് ഇടാൻ നോക്കിയിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ല, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരി എന്താ സംഭവം. സ്വിച്ച് ബോർഡ് എന്ന് പറഞ്ഞാൽ അതൊരു ടച്ച് വിത്ത് വോയിസ് കൺട്രോൾ. അത് നമ്മൾ മൊബൈലിൽ നിന്ന് എനിക്ക് വേണം ദുബായിൽ നിന്ന് വരെ സ്വിച്ച് കൺട്രോൾ ചെയ്യാം. ഇവിടെ ലൈറ്റ് ഇടാം. നിങ്ങൾ ദുബായിലാണ് ജോലി? ദുബായിലാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് ലൈറ്റ് ഇടാൻ ഫാൻ എല്ലാം ചെയ്യാം വിത്ത് മൊബൈൽ. എല്ലാം മൊബൈലാണ്, സ്മാർട്ടാണ്. ഇത് ടച്ച് ചെയ്യുകയും ചെയ്യാം. ഇതിപ്പോ ഈ ടച്ച് ഫാൻ്റെ ചിഹ്നം കണ്ടില്ലേ? ടച്ച് ചെയ്ത് ഇത് ടച്ച് ചെയ്താൽ ഫാൻ ഓണോ? ഓക്കെ, അതാണ്. അപ്പൊ ഇത് ടച്ച് ചെയ്താൽ ഫാൻ ഓഫ് ആവും. ടച്ച് ചെയ്താൽ ഫാൻ ഓഫ് ആവും. ഓക്കെ, അത് തന്നെ ഈ മൊബൈലും കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ല, ഈ സാധനം വെക്കുമ്പോഴേ ഇത് ഇപ്പം നിങ്ങള് വീട്ടിൽ നിന്നൊക്കെ സ്വിച്ച് ഇടല് മൊബൈലിൽ ഇരുന്നിട്ടേക്കാരം, ഓരോ ഭാഗത്തും സ്വിച്ച് ഇടല്, ഫാൻ ഇടല്, AC ഇടലൊക്കെ എല്ലാം ഒരുവിധം എല്ലാം മൊബൈലിലാണ്. ഒറ്റ സ്വിച്ചിൽ എനിക്ക് ഫുള്ളായിട്ട് വീട്ടിലുള്ള എല്ലാ സ്വിച്ചും മാസ്റ്റർ സ്വിച്ച് ആയിട്ട് വരെ യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു ആപ്പാണ് ഇത്. ആപ്പ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇത് കസ്റ്റം ചെയ്യാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് ഇവിടെ മൊത്തം ലൈറ്റ് ഓഫ് ആക്കി. ലൈറ്റ് ഓഫ് ആക്കണോ? മൊത്തം ലൈറ്റ് ഓഫ് ആക്കി. അതാ പോയി, മൊത്തം പോയി. ഇവിടെ ലൈറ്റ് ഉണ്ടല്ലോ. അതിപ്പോ കിച്ചണിൽ അവിടെ സ്റ്റാർട്ടതാണ്. മൂപ്പരോടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ, ശരി. ഓണാക്കാം. ഓക്കെ, അടിപൊളി. അപ്പൊ നിങ്ങൾ സ്മാർട്ടാണെന്ന് അർത്ഥം അല്ലേ? സ്മാർട്ടാണല്ലോ, മാറ്റങ്ങൾ എന്തെങ്കിലും വരണ്ടേ? നിങ്ങൾ മാത്രമല്ല, വീടും സ്മാർട്ടാണ് അല്ലേ? സ്മാർട്ട് ആക്കണം. അപ്പൊ സ്മാർട്ട് വീടായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം അല്ലേ? അല്ല, ഇതിപ്പോ നല്ല എക്സ്പെൻസ് വരൂല ഇങ്ങനെ ഒരു സാധനം ഒരു വീട്ടിൽ വെക്കണം എന്നുണ്ടെങ്കിൽ? അത്യാവശ്യം കുറച്ച് വരും. സാധാരണ നമ്മൾ സ്വിച്ച് ബോർഡ് വാങ്ങുന്നതിന് ഒരു 4-5 ഇരട്ടി. അതും പോരാ. അത് പോരെ? അതിന് മേലെ വരും. അടിപൊളി. നമുക്ക് പറയണ്ട. 30 റുപ്യ പ്ലേറ്റിന്റെ അടുത്ത്. ഈ ഒരു പ്ലേറ്റിനാ 30,000 റുപ്യ. പിന്നെ ബേസൻ നല്ല സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കിയത് അല്ലേ? നമ്മൾ ഈ വീട് കൊടുവള്ളിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും സ്വർണം കൊണ്ടായിരിക്കും അല്ലേ? സ്വർണത്തിന്റെ ടച്ച് ആണല്ലോ. ഓക്കെ, അത് മനസ്സിലായി. പക്ഷെ ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ സ്റ്റെയർ കേസ് കയറി പോയി കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലേക്ക് കയറുന്നതിന് മുമ്പ്, അത് അങ്ങോട്ട് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്, അതിൻ്റെ മുമ്പ് ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അത് അടിപൊളിയായിക്കണ്. സൂപ്പർ ഗ്ലാസ് ബ്രിഡ്ജ്. ഒരു വീടിൻ്റെ ഡൈനിങ് ഹാളിൽ നല്ലൊരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെന്തിനാണാവോ? ചുമ്മാ മക്കൾക്ക് ഒരു എന്റർടൈൻമെന്റ് ഇരിക്കട്ടെ. കുട്ടികളെ കൊണ്ട് പുറത്ത് പോകണ പകരം ഇതിനുള്ളിൽ തന്നെ അല്ലേ അവർക്ക് കളിക്കാനൊരു ചെറിയൊരു, അതിന്റെ അടിയിൽ കളിക്കാനുള്ള ഒരു കോട്ടിയാട് പോലെ അല്ലേ, ഒരു പിന്നെ പ്ലേ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവരെ ടോയ്സുകളാണ് കംപ്ലീറ്റ് അതിന്റെ അടിയിൽ അല്ലേ? അടിപൊളി. ഈ കർട്ടൺ ഇപ്പൊ കുറച്ച് എന്താ പറയാ, വലിയ കർട്ടൺ ആയതുകൊണ്ട് ഓട്ടോമേഷൻ ആണ്. നമ്മൾ മൊബൈൽ വഴി ത്രൂ യൂസ് ചെയ്യാം. അവിടെ മൊബൈൽ വഴി തന്നെയാണ് അതിന്റെ കർട്ടനും മറ്റേ സ്വിച്ച് ബോർഡിൽ പറഞ്ഞിട്ടുള്ളതിന് ഇതിൽ തന്നെ വരുന്നതാണ്. നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിലൊക്കെ ക്ലോസ് എന്നുള്ള ബട്ടൺ നിൽക്കാൻ മാത്രം മതി. ഓപ്പൺ ചെയ്യണമെങ്കിൽ അവിടെ ഇങ്ങോട്ട് വരുന്നല്ലേ? ഓക്കെ, അടിപൊളി. അത് മൊത്തത്തിൽ അങ്ങനെ പോകും. മൊത്തത്തിൽ അങ്ങ് പോകും. ഇനി നമ്മൾ പൗസ് അടിച്ചാൽ അവിടെ നിൽക്കും. അല്ല, നിങ്ങൾ ക്ലോസ് ചെയ്താണ് ഞാൻ നോക്കട്ടെ. അത് കാണാനല്ലോ പോയി. എന്നെ കണ്ടില്ലെങ്കിൽ നോർമലി ഇത്ര ഹൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ക്ലോസിംഗ് ഒക്കെ ഫോണിലേ പറ്റും. അല്ലാതെ നമ്മൾ കൈകൊണ്ട് അത്രയും ഹൈറ്റ് ആയതുകൊണ്ട് കൈയോട് നീക്കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഓക്കെ, ഉണ്ടാവൂലേ പൊട്ടിക്കാൻ? പിന്നെ ഗ്ലാസ് ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് ഒരാൾ അന്നേരം റിസ്ക് എടുക്കൂല. അവിടെ കിടക്കൂലേ? അടിപൊളി. റോഫെ, എങ്ങനെയുണ്ട് വീട്? വീട് വെക്കുന്നുണ്ട്. പിന്നെ കൂടെ ഓൻ്റെ അതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് മുകളിലത്തെ പിന്നെ ഹോളിലേക്ക് ഒന്ന് കയറി വെക്കട്ടാ. ഇതാ സ്റ്റെയർ കേസ്. ഇവിടെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് ആർട്ടിഫിഷ്യലാണ്. ഇതൊക്കെ ഇനി നാച്ചുറൽ ആക്കണം. നമ്മളൊരു 1 ഇയർ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ദുബായിക്കാനെ പോകും ഫാമിലി ആയിട്ട്. അപ്പോൾ ഈ വീട് ഇവിടെ വെറുതെ കൊടുക്കും. അങ്ങനെ പിന്നെ നാച്ചുറൽ വെച്ചാൽ അത് നോക്കാൻ ആളുണ്ടാവില്ല. ഫാമിലി ആയിട്ട് ദുബായിൽ സെറ്റിൽഡ് ആണ്. ദുബായ് ആയിരുന്നു, ഇപ്പോൾ ഏകദേശം 6 മന്ത് ആയിട്ടുള്ള വന്നിട്ട്. കുട്ടികളൊക്കെ അവിടെ സ്കൂളിലാണ്? അവിടെ ആയിരുന്നു. ഓക്കെ, അപ്പം ഈ ഹാൻഡിൽ റെയിൽ കൊടുത്തിട്ടുള്ളത് തേക്കാണ് അല്ലേ? തേക്കിലല്ലേ ഈ റെയിൽ വരുന്നത്? തേക്കിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അടിപൊളിയാണ്.
അപ്പം ഇതിൻ്റെ ഇൻറ്റീരിയർ വ്യത്യസ്തമായ പല രീതിയിൽ പല സ്ഥലത്ത് പല രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അടിപൊളി. അപ്പോൾ ഈ ഒരു ഇൻറ്റീരിയർ നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതിൻ്റെ മുകളിലെ ഹോളാണ് കാണുന്നത്. ഹോളിൻ്റെ സ്പേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തെ ഹോളിനെ കാട്ടി ഡബിൾ ഉണ്ട് തോന്നുന്നു അല്ലേ? ആ റൂമും കൂടി കൂട്ടി ഹോളാക്കി. അപ്പം ഇവിടെ ബുർത്തൊക്കെ നടത്താം, എല്ലാ പരിപാടിയും നടത്തുക. അത്യാവശ്യം ഒരു സ്പേസ് ഉണ്ടായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ. അത്യാവശ്യം നല്ലൊരു സോഫ നല്ല ലുക്കാണ് കാണാൻ. ഒന്നാമത് ഇതിന്റെ സീലിങ്ങും പിന്നെ ഇത് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത സോഫകളല്ലേ? സീലിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നിച്ച് കാണുമ്പോൾ നല്ല സ്പേസും ഉണ്ട്, നല്ല ലുക്കുമാണ്. ഇവിടെ ഇരുന്നാല് ടിവിയും കാര്യങ്ങളൊക്കെ അതും കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഇത് കർട്ടൻ ഓപ്പൺ ആക്കിയാൽ നല്ല വെളിച്ചം കിട്ടും. ഒരു അടിപൊളി ഏരിയ. അതേപോലെ തന്നെ ഇവിടെ എന്താ പറയാ ബാൽക്കണി അല്ലേ? ബാൽക്കണി കൊടുത്തുകൊണ്ടാണ് എന്താ ലുക്ക് കാണാന്. ഇതെന്താ സംഭവം? ഗ്ലാസ്സാ? ഗ്ലാസ്. മേലെ ഗ്ലാസ് സ്ട്രക്ചറും കൊടുത്തിട്ടുണ്ട്, ഫ്രെയിമും കൊടുത്തിട്ടുണ്ട് അല്ലേ? അടിപൊളി. ഇവിടെ ഒരു ഊഞ്ഞാലും ഉണ്ട്. സിറ്റ് ഔട്ട്, താഴത്തെ സിറ്റ് ഔട്ടിലുണ്ട് ഊഞ്ഞാല്, ഇവിടെ മുകളിലുണ്ട് ഊഞ്ഞാല്. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ അല്ലേ? അതെ അതെ അതെ. അല്ലാതെ വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ടാക്കിയതൊന്നല്ലല്ലോ. അല്ല, അത് അടിപൊളിയാക്കി കിട്ടാ. എന്തിനാ പറഞ്ഞിട്ട് കാര്യം. ഒരു ബാൽക്കണി എത്ര മനോഹരമാക്കാം. അതായത് കുറച്ച് എന്താ പറയാതിന് റോഫ് എന്താ പറയാ, ഒന്നും പറയാല്ലേ? രാത്രികളിൽ ഒരു കാറ്റൊക്കെ കൊണ്ട് ഇരിക്കാനൊക്കെ നല്ല അടിപൊളി ആടി ഇരിക്കല്ലേ? അത്രയും മനോഹരമായ ഒരു ബാൽക്കണി, ഒരു വീടിന്റെ ബാൽക്കണി. ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ഭംഗിയുള്ള ബാൽക്കണി ഞാൻ വേറെ കണ്ടിട്ടില്ലല്ലോ, സത്യം പറയാലോ. ഇതൊക്കെ ഡെഡ് ആയി കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതെ അതെ, ഉപയോഗിക്കില്ല. ഇതിപ്പോ ഇങ്ങനെ ആക്കിയതുകൊണ്ട് ആൾക്കാരെ പിള്ളേരൊക്കെ ഇവിടെ ഒന്ന് ഇരിക്കും, ഒന്ന് ചായ കുടിക്കാണ്ടെങ്കിൽ പോലും. അതായത് നിങ്ങളിപ്പോ കൂടുതലൊന്നും ചെയ്തിട്ടില്ല, ഈ ഗ്രാസ് എന്ന് നോമ്പുറ പോലും എന്താ അറിയാ, മുകളിൽ പോയി ബാൽക്കണി പോയി കഴിക്കാന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് മാറി. ആ ഒരു കാറ്റും കൊണ്ട് ആംബിയൻസ് കൊണ്ടാണ്. ഇത് നാച്ചുറൽ പ്ലാന്റ്സ് തന്നെയല്ലേ? ഇത് ആർട്ടിഫിഷ്യൽ. ഓക്കെ, ഇതിന് താഴത്തേക്കാണ് വളർന്നു വരുമ്പോ തന്നെ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അടിപൊളി. മുകളിലെ ഹോളും കഴിഞ്ഞ് ഇനി നമുക്ക് റൂം കാണാം. ഇത് മാസ്റ്റർ റൂം ഒന്നല്ലല്ലോ, മാസ്റ്റർ റൂം അടിയിലട്ടോ. അടിയത്തെ റൂം നമ്മൾ കണ്ടിട്ടില്ല, നമുക്ക് കാണാം. അതിന് മുമ്പ് നമുക്ക് മുകളിലുള്ള റൂം കാണാം. AC വാങ്ങിക്കൊണ്ടെന്ന് വെച്ച് കവർ ഊരിയിട്ടില്ലേ? ഉപയോഗിച്ചിട്ടില്ലേ? ഉപയോഗിക്കലുണ്ടല്ലോ. ഇവിടെ ആളില്ലല്ലോ അല്ലേ? നിങ്ങളും 2 കുട്ടികളും വൈഫല്ലേ ഉള്ളൂ, നിങ്ങൾ താഴെ കിടക്കും. അങ്ങനല്ലേ? നമുക്ക് ആഗ്രഹം പോലെ എല്ലായിടത്തും കിടക്കുന്നുണ്ട്. അടിപൊളി. ഇതാണ് ഫസ്റ്റ് റൂം കേട്ടാ. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഡ്രസ്സിങ് റൂമൊക്കെ, ഡ്രസ്സിങ് ടേബിള് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. മേക്കപ്പ് ടേബിള്. പിന്നെ ഇത് നമുക്കൊരു എന്താ പറയാ, കിഡ്സ് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൈഡില് സൈഡ് മുളങ്ങ് തങ്ങിന്നോളും. അതിന്റെ അടിയിൽ സ്ക്രൂ ചെയ്ത് ചെയ്യുന്നതാണ്. സേഫ്റ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഇങ്ങനെ സെന്ററിലൊക്കെ ബെഡ് വരുന്ന ആൾക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് കടത്താൻ കഴിയാത്ത, സൈഡ് കടത്താൻ കഴിയാത്ത. എന്റെ മോള് തന്നെ 2-3 വട്ടമൊക്കെ വീണിക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്കൊന്ന് ഇത് എങ്ങനെ കിട്ടിയതൊക്കെ? ഇതൊന്നും മനുഷ്യന്മാർ കാണാത്ത സാധനമല്ലേ? ഇതൊക്കെ നമ്മൾ ഒപ്പിക്കണ്ടേ? ഇത് നമ്മളെ വീട് എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും വലിയൊരു അംബീഷനാണ്. അത് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച്. പിന്നെ നിങ്ങളെ പോലത്തെ ഉണ്ടല്ലോ ഇങ്ങനെ തപ്പാൻ. നമ്മളെ വാർഡ്രോബാണ്. ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെക്കുന്നത് വാർഡ്രോബ് നിർബന്ധമല്ലേ? പക്ഷെ എല്ലാവർക്കും ഒരു ഐഡിയ ചെയ്തിട്ടാണ്. റൂം കയറിയാൽ വാർഡ്രോബ് ഇല്ലേന്ന് എല്ലാരും ഒരു ചോദ്യം വരും. പക്ഷെ സംഗതി എല്ലാം ഉണ്ട്. ബാത്റൂം വലിയ ബാത്റൂം തന്നെ ഉണ്ട് അല്ലേ? സാധാരണ റൂമൊക്കെ വരുമ്പോ ചെറിയൊരു ബാത്റൂം ഉണ്ടാവില്ലേ? പിന്നെ അത് ഷവറും അത്യാവശ്യം നമ്മള് മേക്ക് ചെയ്യിപ്പിച്ചതാണത്, കുറച്ച് സൈസ് കിട്ടാൻ വേണ്ടി കൂടുതൽ ഇട്ടല്ലേ? അടിപൊളി. അല്ലാതെ നമുക്ക് ഒരു എന്താ പറയുക, ഒന്ന് ഷവർ ഓപ്പൺ ചെയ്താൽ അതിന്റെ ഒരു കാണിച്ചിട്ട് വേണം. നല്ലൊരു പവറിൽ വെള്ളം ഷവർ ഓപ്പൺ ചെയ്താൽ അതിന്റെ ഒരു കാണിച്ചിട്ട് വേണം. നല്ലൊരു പവറിൽ വെള്ളം മഴ പെയ്യുന്ന പോലെ എന്താ നല്ലോണം ഒന്ന് കുളിക്കുക. എല്ലാ ബാത്റൂമും ഇങ്ങനെ തന്നെ? 3 ബാത്റൂം സെയിം ആണ്. ഒരു കിഡ്സ് ബാത്റൂം മാത്രം കുറച്ചുകൂടി ചെറുതാക്കിയിട്ടുണ്ടല്ലേ? ഓക്കെ, അടിപൊളി. ഇതിപ്പോ എന്തെല്ലാം ചെയ്തിട്ടുള്ളത്? ഇതിന്റെ ഉള്ളിൽ ഇതാണ് ഡ്രസ്സിംഗ് ടേബിൾ ആയിട്ട് വരുന്നത്. ഇത് മൾട്ടിവുഡ് അല്ലേ? ഓക്കെ. അല്ല, ഇത് ഇതിന്റെ പുറത്ത് മറ്റേ ആക്രിലിക് ഷീറ്റ് അടിച്ചല്ലേ? അക്രലിക് അല്ല, മൈക്ക് അടിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, അടിപൊളി. നമുക്ക് അടുത്ത റൂമൊന്ന് കാണാം. വീഡിയോ വീട് പിന്നെ സ്വപ്നം കണ്ട് നടക്കുന്ന പുതിയ വീട് ഉണ്ടാക്കുന്ന ആളുകളിലേക്കൊക്കെ അയച്ചു കൊടുത്താൽ കേട്ടോ, അവർക്ക് മുതലാവും, കുറേ ഐഡിയകൾ കിട്ടും. പിന്നെ ഈ സ്വിച്ച് ബോർഡൊക്കെ വാങ്ങിക്കോളി, ഒരു 10 ലക്ഷം റുപ്യ ആവുള്ളൂ ഒരു വീട്ടിലേക്ക്.
അതിൽ കുറവൊന്നും ആവില്ല, എന്തായാലും കൂടുള്ളൂ. രണ്ടാമത്തെ റൂം കിഡ്സ് റൂം തന്നെയാണ്. ഇതാ വെരി സിമ്പിൾ തന്നെ, അതേപോലെ തന്നെയാണ്. അതേപോലെ അല്ല കേട്ടോ, ഇത് കളർ മൊത്തത്തിൽ മാറ്റാണ്. അതിനുള്ളിലൊക്കെ ലൈറ്റ് ഉണ്ട് അല്ലേ? ഓക്കെ, അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. മോളെ കളറിലൊക്കെ ഒരു ഇതാക്കി കൊണ്ടു. ഇത് മോളെ റൂമാണ്. മോളെ റൂം. ഓക്കെ, അടിപൊളി. ഇവിടെയും ഇതേപോലെ തന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ. അതിന്റെ വാർഡ്രോബാണ് ഇത്. ഇത് സിമ്പിൾ, 2 ഡോറുള്ളൂ അല്ലേ? 2 ഡോറിലെ വാർഡ്രോബ്. ഓക്കെ. മോക്ക് ഡ്രസ് ഒന്നും വാങ്ങി കൊടുക്കില്ല നിങ്ങള്? ഡ്രസ് മോളെ ഇവിടെ കിടക്കേണ്ട ആദ്യം അപ്പുറത്തായിരിക്കും അല്ലേ? അടിപൊളി. നമുക്കൊരു കളർഫുൾ ബാത്റൂം തന്നെ ഇരിക്കട്ടെ വിചാരിച്ചു. ഓക്കെ, സൂപ്പർ സൂപ്പർ. സീലിംഗ് ഒക്കെ മറ്റേതിലല്ലേ, ജിപ്സത്തിലല്ലേ? ജിപ്സ് അല്ല, പ്ലാസ്റ്റർ പാരീസ് മൊത്തം. അപ്പൊ അതിന് നല്ല ക്യാഷ് ഇറക്കിണല്ലേ? എന്നാൽ നമ്മൾ 1 ടൈം അല്ലേ ഇൻവെസ്റ്റ്. പിന്നെ പറഞ്ഞാൽ ഇത് എപ്പോഴും ജിപ്സ് ആകുന്ന ഇൻ കേസ് ഒരു വെള്ളത്തിന്റെ ലീക്ക് ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടായി. ഇതിന് വെള്ളം തട്ടിയാലൊന്നും പ്രശ്നം വരില്ലല്ലേ? ഒരു കുഴപ്പമില്ല. ഓക്കെ, അടിപൊളി. അപ്പൊ എന്താ പറയുക, നമ്മൾ താഴത്തെ ബെഡ്റൂം കണ്ടിട്ടില്ല, ബെഡ്റൂമിലേക്ക് കയറുക. അതേപോലെ തന്നെ എന്താ അതിനെക്കാട്ടി വലിയൊരു സാധനം ഉണ്ട്, കിച്ചണ്. അത് മസ്റ്റായിട്ട് കാണേണ്ട സംഗതിയാണ്, അത് നമുക്ക് കാണണം. ഓക്കെ, ആദ്യം നമ്മൾ താഴത്തെ ബെഡ്റൂം ഒന്ന് പോയേക്ക്. ഗ്ലാസ് പിടിച്ചിലൂടെയാണ് ബെഡ്റൂമിലേക്ക് പോകാനുള്ള വഴിട്ടോ. അടിപൊളി. അപ്പം ഇത് നമ്മളെ കിച്ചണിലേക്കും മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള എൻട്രി ആണ് അല്ലേ? മാസ്റ്റർ ബെഡ്റൂമും നിസ്കാർ റൂമും. ഇവിടെ നിസ്കാർ റൂം കൂടെ. ഇത് നിസ്കാർ റൂമാണ്. അവിടെ ഡോറുണ്ട്. ഓക്കെ, അടിപൊളി. അത് ശരി, ഇത് നിസ്കാർ റൂമാണ്. ഇത് ഡോറാണല്ലേ? ഞാൻ ചുമരില് ഒരു ഡിസൈൻ ചെയ്ത് വെച്ചാണ്. ഒരിക്കലും പ്രതീക്ഷിക്കില്ല കേട്ടോ, ഒരാളും പ്രതീക്ഷിക്കില്ല അങ്ങനെ അവിടെ ഒരു ഡോർ ഉണ്ട് എന്നുള്ളത്. നിങ്ങൾ പറഞ്ഞപ്പോഴേ ആ സൈഡിലെ ലൈറ്റ് കാണുന്നോണ്ട് ഇപ്പൊ മനസ്സിലാവുന്നു മാത്രം. ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ അതറിയത്തില്ല. ഇത് മാസ്റ്റർ ബെഡ്റൂം. അല്ലെങ്കിൽ ഈ ഡോറൊക്കെ കൊടുത്തിട്ടുള്ള മരത്തിൽ തന്നെ എല്ലാ ഡോറുകളും പ്ലാവില് എല്ലാം ഒരേ ഡിസൈൻ തന്നെ, ഒറ്റ ഡിസൈൻ അല്ല. ബാക്കിയൊക്കെ ഒരേ ഡിസൈൻ അല്ലേ? പ്ലാവ് വീട്ടിലെ മരം മുറിച്ചുണ്ടാക്കിയതാണ് അല്ല? അപ്പം ഇത് മാസ്റ്റർ ബെഡ്റൂം കണ്ടോളില്ല. ലക്ഷറി ആയിട്ടാണ് നമ്മളെ കോട്ടും ബെഡും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ മറ്റേ സ്വിച്ച് ഉണ്ടല്ലോ. സ്വിച്ച് അങ്ങനെ ആക്കിയതാണ്, ജസ്റ്റ് വെറുതെ കൊടുത്താണ്. അല്ല, അപ്പൊ ഈ സാധനം കൊടുക്കുമ്പോൾ മറ്റേ സ്വിച്ച് ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്യാൻ പറ്റും. ഇതിലൊക്കെ ഇപ്പൊ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് ഏകദേശം നോർമലി ഈ സ്വിച്ച് തന്നെ 2 പ്ലേറ്റ് വന്ന്. ഈ സ്വിച്ച് വെറും ഡെഡ് ആണ്, ആവശ്യമില്ലാത്തതാണ്. പിന്നെ അതുകൂടി അതിൽ കയറ്റുന്ന നല്ലൊരു എമൗണ്ട് വീണ്ടും. ഇത് 2 പ്ലേറ്റ് കാരണം ഇതിന് 30,000 രൂപ ഒന്നിന് വില. 30,000 അടുത്ത് വരും. 2 പ്ലേറ്റ് കാരണം 60,000 രൂപയായി. പിന്നെ 1,20,000 രൂപ സ്വിച്ച് ബോർഡിന് മാത്രമായി. ഈ വീടിന്റെ ടോട്ടൽ എമൗണ്ട് ഞാൻ ചോദിക്കുന്നില്ല. ഓക്കെ, ഇതെന്തായാലും അടിപൊളിയായിട്ട്. അത് പിന്നെ ഇതല്ലേ, വാൾപേപ്പറാണ് അല്ലേ? സൂപ്പർ. തന്നെ മാസ്റ്റർ ബെഡ്റൂമിൽ എന്താ ചെറിയ വാർഡ്രോബ് ഇത്രല്ല ആവശ്യമുള്ളൂ. ഒരു 4 റൂമും ആകെ 3 ആളും അല്ലല്ലോ. ഇതന്നെ കാലിയാണ് അല്ലേ? ഇതന്നെ കാലിയാണ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, ബാത്റൂം. ഇവിടുത്തെ ബാത്റൂം എത്ര പാട്? മാസ്റ്റർ ബെഡ്റൂമിൽ ബാത്റൂം അല്ല ഒരേ സൈസ് തന്നെ, ഏകദേശം 3 ഒരേ സൈസാണ്. പക്ഷെ മോളെ ബാത്റൂം ആയിരുന്നു അടിപൊളി കേട്ടോ, കളർഫുൾ. ഇത് ഒരു സിമ്പിളായി ഒരു എക്സിക്യൂട്ടീവ് ലുക്കിലേക്ക് മാറി. അടുത്ത ബെഡ്റൂം കുറച്ചും കൂടി എന്താണ് വ്യത്യസ്തത ഉണ്ട് കേട്ടോ. അതായത് ഓഫീസ് റൂം ആയിട്ടില്ല, ലേഡീസ് ലിവിംഗ് ആക്കി നമ്മൾ യൂസ് ചെയ്യാം. ലേഡീസ് ലിവിംഗ് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ലേഡീസ് അല്ലെങ്കിൽ ബെഡ്റൂം ഒക്കെ സാധാരണ വലിയ വലുപ്പമൊന്നുമില്ല, സാധാരണ ഒരു 12-13 ആ സൈസ് ഉള്ളൂ അല്ലേ? നോർമൽ ആയിട്ടുള്ള 12 സൈസ് ഒക്കെ ഉള്ളൂ. ഇതിപ്പോ ഒരു ലേഡീസ് ലിവിംഗ് റൂം ആണ്. ഇതൊരു സോഫയാണ് വിത്ത് ബെഡ്റൂമും കൂടിയാണ്. എന്നാ ബെഡ്റൂം ആക്കി കാണി. ഓക്കെ, അതായത് ലേഡീസിന്റെ സോഫ ഇട്ടിട്ടുള്ള ലിവിംഗ് റൂം ബെഡ്റൂം ആക്കാനാണ് ഇപ്പൊ പോണത് കേട്ടോ. ഡോറിന്റെ ഓണാമ്പില തുറക്കണമായി തുറന്നിട്ട് അടിപൊളി ബെഡ്റൂമായി. ഇതുവരെ ലിവിംഗ് റൂമായിരുന്ന 2 സോഫ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു റൂം നല്ല അടിപൊളി ലക്ഷറി ബെഡ്റൂം ആയിട്ട് മാറി. പ്ലസ് വാൾഡ്രോബും ഉണ്ട് 2 സൈഡിലും അല്ലേ? അവിടെയുണ്ട് ഇവിടെയുണ്ട്. ഓക്കെ, അതേപോലെ പുറത്തേക്കുള്ള വിൻഡോ, അതിന്റെ കർട്ടൻ കാര്യങ്ങൾ അതുമായി അടിപൊളി. നല്ല അടിപൊളി ഒരു പിന്നെ ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് സെന്ററിൽ. ഹാങ്ങിങ് ലൈറ്റ് ആണെന്നേരം കൊറോണ ലൈറ്റ് കാണാനൊരു കൊറോണ പോലെ ഉണ്ട്. അടിപൊളി സീലിങ്ങും അടിപൊളി സൂപ്പർ. എന്താല്ലേ എന്തൊക്കെ കാണാൻ കിടക്കുന്നു. എവിടെ നിന്ന് കിട്ടിയതൊക്കെ മാറ്റങ്ങൾ എപ്പോഴും ആവശ്യമാണ്. എന്താ നമുക്ക് ഇത് കിച്ചൺ കാണാം. അപ്പൊ കിച്ചണിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മോഡുലാർ കിച്ചണോ മോഡേൺ കിച്ചൺ എന്താ പറയാ, എല്ലാം പറയാം, എന്തും പറയാം. ആ ഒരു സെറ്റപ്പിൽ നമ്മൾ വല്ല പിന്നെ
ഇന്റർനാഷണൽ ലെവലിൽ കിച്ചൺ കാണുന്ന പോലെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. എന്താ ഭംഗി. ഇതിപ്പോ ഈ സ്റ്റൗവിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ടാബിളാണ്. ഐലൻഡ് ടാബ്. ഇതെന്താ നാനോ വൈറ്റാ? അല്ല, ഇത് നമ്മൾ 15 mm തിക്നെസ്സിൽ ഫുൾ ബോഡി ടൈലാണ്. ഓക്കെ. ഒന്നും പറ്റൂല. ഓക്കെ. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള മൈക്ക് അല്ല, ഇത് നമ്മൾ മൊത്തം കിച്ചൺ മറ്റൊരു ടീമിനെ ഏൽപ്പിച്ചായിരുന്നു. സ്പെക്കുല എന്ന് പറഞ്ഞിട്ട് മഞ്ചേരിയിലുള്ള ഒരു ടീമിനെ ഏൽപ്പിച്ചാണ്. നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അവർ മേക്ക് ചെയ്തത്. ഈ സാധനം മൾട്ടിവുഡ് ആണ്. മൾട്ടിവുഡ് വിത്ത് ഫ്ലൈ രണ്ടും മിക്സ് ആയിട്ട് അക്രിലിക് ഷീറ്റ് വരുന്നുണ്ട്. ഓക്കെ. ഇത് കൊള്ളാട്ടോ, അടിപൊളി. ഇത് ഇങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. കംപ്ലീറ്റ് ദുബായ് മാർക്കറ്റിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ്. ചൈന സ്പെഷ്യൽ ആയിട്ട് വരുത്തിച്ച ഞാൻ 100 കേസ് വരുത്തിച്ചത് കണ്ടെയ്നർ ഇത് വേണ്ടിട്ടേ. ഞാൻ 100 വരുത്തിച്ചാൽ ഏകദേശം 20 ബ്രേക്ക് ആയി. ദുബായിക്ക് വരുത്തിച്ച് ദുബായിൽ നിന്ന് പിന്നെ അങ്ങോട്ട് കൊണ്ടുവന്നു. ഈ സാധനം എല്ലാം സ്പെഷ്യൽ അല്ലേ, അതും കസ്റ്റമൈസ് ചെയ്ത്. ഓക്കെ. ഇത് ഓവനാണ്, ഫുള്ളി ടച്ച് ഓവനാണ്, ടച്ച് സ്ക്രീൻ ആണ്. ടച്ച് ഓട്ടോമാറ്റിക്. ഓക്കെ, ഓട്ടോമാറ്റിക് അല്ലേ. അടിപൊളി. സ്വിച്ച് ബോർഡ് അങ്ങനെ ആവുമ്പോ പിന്നെ ഇതിങ്ങനെ ആവണല്ലോ. ഓക്കെ. ഇത് ഒരു ഇതായിട്ട് വരുന്നത് വിത്ത് ഡൈനിങ് ഒരു ടേബിൾ കൂടിയാണ്, വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ. ഇത് ടേബിൾ കൂടിയാണ്. അത് ടേബിൾ ആക്കിയാണെങ്കിൽ നമ്മൾ ഉള്ള സ്ഥലം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാന്നുള്ള മാത്രമാണ്. ഓക്കെ. അടിപൊളി. ഭക്ഷണം കഴിക്കാനൊക്കെ അതിനുള്ള ചെയറാണ് ഇതൊക്കെ അല്ലേ? അതെ. ഓക്കെ. അത് അട്ടിക്കിട്ടാണ് സംഭവം. അട്ടിക്കിട്ടാന്ന് മാത്രമേ. അടിപൊളി. ഓക്കെ. കണ്ടു പഠിച്ചോ റൂപേ, പേരപ്പണി ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി. ഇതൊന്നും നമ്മളെ സ്പേസ് പോകൂലേ? ആവശ്യം വരുമ്പോൾ താത്തിട്ടാ മതി. ഓക്കെ. അടിപൊളി. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ നല്ല ലക്ഷറി ആയിട്ട് അടിപൊളിയായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീനിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. രക്ഷയില്ല. സിങ്ക് ചൈനീസ് സിങ്ക് മറ്റേ എല്ലാം ഇത് വരുന്നത്. ഈ സിങ്കിന് എത്ര രൂപ വില ഉണ്ട്? 37. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ അല്ലേ? ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, ഇങ്ങനെ ഒരു സിങ്ക് 2.5 ലക്ഷം രൂപ കോസ്റ്റ് വരുന്ന ഒരു സാധനം. ഓക്കെ. അടിപൊളി. ഇത് നിങ്ങൾ ചൈനയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇവിടുന്ന് മേടിച്ചതാണ്. അടിപൊളി. ഇത് കാണുമ്പോ തന്നെ ഒരു ലുക്കാണ്, സൂപ്പർ ആയിട്ടുണ്ട്. ഇതെന്താ സംഭവം? കറണ്ടിന്റെ അടുപ്പാണ്. അപ്പൊ ഇത് ഇതിലോട് ഉള്ളിലേക്ക് ഇറക്കി വെക്കുന്ന ടൈപ്പ്. ഓക്കെ. ഇതിന്റെ ടച്ച് ഇവിടെ വരുന്നു. ഇതെല്ലാം ടച്ച് തന്നെ വരുന്നു. ഓക്കെ. അപ്പൊ ഈ വീട് മൊത്തത്തിൽ സ്മാർട്ട് ഹോം ആണെന്ന് പറയല്ലേ? എന്തെങ്കിലും മാറ്റം വേണ്ടേ? ഫുള്ള് മാറ്റം, വല്ലാത്ത ജാതി മാറ്റമായി പോയിട്ടോ. ഇതെന്താ ഇവിടെ തീണ്ടോ? അയ്യവാ. ഇതും ചൈനയിൽ നിന്ന് വരുത്തിയതാ? അല്ല, ഇത് ഞാൻ ദുബായ് കുറെ പർച്ചേസ് ചെയ്തതാണ്. അടിപൊളി. ഇന്ത്യ ഉണ്ടല്ലോ, ഇന്ത്യ അല്ലാതെ ഇങ്ങനെ. ഓക്കെ. ഇതെല്ലാം ഡോറുകളാണല്ലേ? ഇതൊക്കെ നമ്മള് ചായ കുടിക്കുന്ന കപ്പ്, ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ്, അതിന്റെ ഇതൊക്കെ എല്ലാം വുഡൻ തീമിലേക്ക് വുഡിൽ ചെയ്താണ്. ഇത് വുഡാണ്. ഓക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്തല്ല, ഇതൊക്കെ ഓൾറെഡി ഇപ്പൊ കളിക്കുന്നുണ്ട്, ഇപ്പൊ ട്രെൻഡ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചായ കുടിക്കലും ഭക്ഷണം കഴിക്കലൊക്കെ. ഓക്കെ. അപ്പൊ ഞാൻ ഇതേപോലെ ഇവിടെ ഓരോന്ന് തുറന്നു നോക്കിയാൽ ഇതേപോലെ ഒരുപാട് കാണേണ്ടി വീഡിയോയുടെ ലെങ്ത് കൂടാവുകൊണ്ട് ഞാൻ ഈ ഡോറുകളൊന്നും തുറന്നു നോക്കുന്നില്ല. ഇതിന്റെ ഇതുണ്ട് നമുക്ക് കോർണർ യൂസിംഗ് കോർണർ സ്പേസേജിനുള്ള ഒരു ബോക്സ് ഉണ്ട്. അത് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ വരും. അങ്ങനെ വരും. ഓക്കെ. സാധനം എന്താ പറയാ, ആ ഉൾഭാഗം യൂസ് ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ. അടിപൊളി. അപ്പൊ അതാണ് കിച്ചൺ. അതേപോലെ അപ്പുറത്ത് ഫ്രിഡ്ജ് കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്. ഇത് CCTV പ്ലസ് നമുക്ക് എന്താ പറയാ, കുക്ക് ചെയ്യണമെങ്കിലൊക്കെ എന്തെങ്കിലും യൂട്യൂബ് കണക്ട് ചെയ്യാം. അതെല്ലാം സ്മാർട്ട് അല്ലേ, സ്ക്രീൻ ആണല്ലേ? ഓക്കെ. അടിപൊളി. അത് ശരി. നമ്മളെ മറ്റേ കുക്കറി ഷോ ഒക്കെ നടത്തുന്ന മാതിരി ഇവിടെ നിന്ന് കുക്ക് ചെയ്യാം. അതേപോലെ ഇത് കാണുകയും ചെയ്യാം. അടിപൊളി. അപ്പൊ തോണിസ, ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? വീട് വെക്കാൻ സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഐഡിയാസും ഒരുപാട് കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടാവും. ഇത് കുറച്ച് ക്വാളിറ്റി കൂടുതലാണ്, നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്നാലും ആ ഡിസൈനും രസം എന്താ അറിയോ, ഒരാളാണ് ഒരട്ട ഉണ്ടാക്കാനുള്ള ഒരു ആഗ്രഹത്തിൽ ഉണ്ടാക്കിയത്. അതിന് നമ്മൾ പൈസ നിർബന്ധമാണ്. അത് നമ്മൾ എന്താ പറയാ, അതിൽ നമ്മൾ കഞ്ചൂസ് കളിച്ചില്ല, ഉള്ള ഏറ്റവും ബെസ്റ്റ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കി. ഉപയോഗിച്ചിട്ടുള്ള എല്ലാ സാധനവും ഏറ്റവും ബെസ്റ്റ് സാധനങ്ങളാണ് അല്ലേ? ഒക്കെ അടിപൊളി. നല്ല ക്വാളിറ്റിയുള്ള സാധനം മാത്രം ഉപയോഗിച്ചിട്ടുണ്ടാക്കിയുള്ള ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സ്മാർട്ട് വീട്. എല്ലാം സ്മാർട്ടാണ്. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. എന്റെ ബെല്ലടക്കം ഇൻ കേസ് ബെല്ലടിച്ച് പുറത്തുനിന്ന് ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഞാൻ ദുബായിലാണെങ്കിൽ അവിടെയും ദുബായിലും ബെല്ലടിക്കും. ആരാണെങ്കിലും പുറത്ത് കാണാം. ഇവിടെ ഒന്നും നടക്കൂല. ഫുള്ളി സ്മാർട്ടാണ്, ഒന്നും നടക്കൂല.
ഇനി പുറത്തുനിന്നാലും ഉള്ളിൽ കയറിയാലും ഒക്കെ പിടിക്കും അല്ലേ? പിടിക്കുന്ന നമുക്ക് ആവശ്യങ്ങൾ നിറവേറുക. അതെന്താ ഈ വീട് കംപ്ലീറ്റ് ദുബായിൽ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യാം അല്ലേ? അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അടിപൊളിയാണ്. എത്ര ലൈറ്റ് ഓൺ ആണ്, എത്ര ഓഫായി കിടക്കുന്നത്, ഫ്രിഡ്ജ് ഓൺ ആണ്, എത്ര കറണ്ട് എത്ര യൂണിറ്റ് ആയി എന്ന് വരെ എൻ്റെ ഫോണിൽ അറിയാൻ പറ്റും. ഓക്കെ, അടിപൊളി. അപ്പോൾ ഏതൊരാളുടെയും സ്വപ്നമായിരിക്കും ഹല എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വീട്. സ്വപ്നം എല്ലാവർക്കും നിറവേറട്ടെ. നമ്മളേതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഒന്നും പറയാനില്ല, എനിക്കറിയില്ല എന്താ പറയുന്നത്.